ഹായ് ഫ്രണ്ട്സ്, ലാൽസീസ് വേൾഡ് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനൊരു നേഴ്സറിയിലാണ് വന്നിരിക്കുന്നത്. റബ്ബർ തോട്ടത്തിനകത്തിരിക്കുന്ന നേഴ്സറിയിലെ കഴിഞ്ഞ 10-35 വർഷമായിട്ട് നേഴ്സറി നടത്തുന്ന ഇമ്മാനുവൽ ചേട്ടന്റെ ആനിമൂട്ടിൽ നേഴ്സറിയിലാണ് വന്നിരിക്കുന്നത്. അത് കിടങ്ങൂരിന്ന് ഒരു 1.5 കിലോമീറ്റർ ദൂരെയാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പൊ നമുക്ക് അദ്ദേഹത്തെ നമുക്കൊന്ന് പരിചയപ്പെടാം. എൻ്റെ പേര് എമ്മാനുവൽ എറ്റി, കിടങ്ങൂരാണ് വീട്. റബ്ബർ തോട്ടത്തിനകത്ത് നടത്താവുന്ന നേഴ്സറിയാണ് ഇതിനകത്ത് കാണുന്നത്. റബ്ബർ തോട്ടത്തിനകത്ത് മാങ്കോസും നന്നായിട്ട് വളരും, റെഡ് ഫാം വളരും, അരിക്കൽ ഫാം വളരും. ഇതിൻ്റെ എല്ലാം ചെറിയ തൈകൾ ഇവിടെ വന്ന് കൂടയിലാക്കി കൂടെ ഓരോ തവണയും മാറ്റി നമ്മൾ വളർത്തുകയായിരുന്നു. 1 ഏക്കർ സ്ഥലത്തോളം റെഡ് ഫാമും മാങ്കോസിനായിട്ട് ഇതിനകത്ത് വെച്ചിട്ടുണ്ട്. ഏകദേശം ഒരു 10-15 ലക്ഷം രൂപയുടെ സാധനം ഇതിനകത്ത് തന്നെ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ റബ്ബറിൻ്റെ ഒരു ഇടവിളയായിട്ട് ചെയ്യുന്നത് കൂടാ. പിന്നെ ഇതിന് ചെയ്യുന്ന വളങ്ങളും വെള്ളവും ഈ റബ്ബറിന് കിട്ടുന്നു. അപ്പോൾ ടാപ്പ് ചെയ്യുമ്പോൾ ഈൽഡ് കൂടുതൽ കിട്ടുന്നുണ്ട്. ഏത് വർഷമായി റബ്ബർ വെച്ചത്? റബ്ബർ വെച്ചത് 2015. അപ്പം ടാപ്പ് ചെയ്യാൻ തൽക്കാലം നിർത്തി വെച്ചിരിക്കാൻ മഴ കാരണം ഒരു വർഷം ടാപ്പ് ചെയ്ത് തുടങ്ങിയിട്ട് ഒരു തവണ ചെയ്തുള്ളൂ. പിന്നെ വേറെ എന്തുമാത്രം ഉണ്ട് റബ്ബർ മൊത്തം 1200ഓളം മരം വേറെയുണ്ട്. ഇത് കൂടാണ്ട് ഏത് വെറൈറ്റിയാ നമ്മൾ വെച്ചിരിക്കുന്നത് 414 മറ്റേ റബ്ബറും 105 ഉണ്ടോ? 105 ഒട്ടും വെച്ചിട്ടില്ല, 414 മുഴുവൻ വെച്ചിരിക്കുന്നത്. നേഴ്സറി ലാഭകരമാണോ? നേഴ്സറി കൊണ്ടാണ് ഞാൻ വളർന്നു വന്നത്. ഞാൻ ഡിപ്ലോമ കഴിഞ്ഞ് എഞ്ചിനീയറിംഗ് ഫീൽഡിൽ കുറച്ചാൾ വർക്ക് ചെയ്ത് പിന്നെ വേണ്ടാന്ന് വെച്ച് നേഴ്സറിയിലേക്ക് തന്നെ മാറാണ്. ചെറിയ രീതിയിൽ റബ്ബർ നേഴ്സറി തുടങ്ങി അതിൽ നിന്ന് കുറേശ്ശെ മാറി ഓരോ ഐറ്റം ഉണ്ടാക്കി ഇപ്പോൾ ഒരു 100-250 ഐറ്റത്തോളം നമുക്കിവിടെ ഉണ്ട്. ചെടികളായിട്ടും ഇലച്ചെടികളായിട്ടും പഴവർഗ്ഗങ്ങളായിട്ടും അങ്ങനെയല്ല. ഇതുവരെ ഹോൾസെയിൽ വിൽപ്പനയായിരുന്നോ? ഇതുവരെ ഹോൾസെയിൽ വിൽപ്പനയാണ് നമ്മൾ നടത്തിക്കൊണ്ടിരുന്നത്. നമുക്കൊരു 10-30 നേഴ്സറിക്കാർ ഈ കോട്ടയം ജില്ലയിൽ തന്നെയുണ്ട്. പിന്നെ ജില്ലയ്ക്ക് വെളിയിലുള്ള ഒത്തിരി ആൾക്കാരുണ്ട്. അവരൊക്കെ വരുമ്പോൾ കൂടുതൽ പ്ലാന്റ് ഒരുമിച്ച് കൊണ്ടുപോകുന്നത് നമുക്കതാണ് ലാഭം. എന്തൊക്കെ തൈകളാണ് ഇവിടെ ഉള്ളത്? ഫലവൃക്ഷങ്ങൾ എന്തൊക്കെയാണ്? ഫലവൃക്ഷങ്ങൾ നമുക്ക് ഇവിടെ ഉള്ളത് മാവ്, പ്ലാവ്, റംബുട്ടാൻ, പിലോസന, മാങ്കോസിന്, അബിയു, മട്ടോവ, മക്കഡോമിയ, ലോഗണ്, സീതപ്പഴം, അങ്ങനെയുള്ള എല്ലാ പഴങ്ങളും ഉണ്ട്. പിന്നെ എല്ലാവിധം ചെടികളും ഉണ്ടല്ലേ? എല്ലാവിധ ഇലച്ചെടികള്, പിന്നെ ഫോക്സയില്, റോസയൊക്കെ ഉണ്ട്. റോസയൊക്കെ സീസണിൽ മാത്രം കൊണ്ടുവരും. അല്ലാതെ നമ്മൾ റോസ ഇവിടെ നമ്മുടെ കാലാവസ്ഥയ്ക്ക് പറ്റുന്നല്ലാത്തതുകൊണ്ട് വീട്ടില്ല. പിന്നെ തെർമൽ മെറ്റാലിക് വൈറ്റ്, തെർമൽ മെറ്റാലിക് ഗ്രീന് ഒക്കെ ഉണ്ട്. പിന്നെ ഇപ്പൊ മൽപിജിയിൽ നമ്മളെ രൂപങ്ങളൊക്കെ ഉണ്ടാക്കി അതും വിൽക്കുന്നുണ്ട്. അതാരാ സാധാരണ എടുക്കാൻ വരുന്നത്? അതൊക്കെ എടുക്കുന്ന സ്കൂളുകാരെ, ഈ കോൺവെന്റ് സെമിനാരികളെ, അങ്ങനെയുള്ള സ്ഥലത്താണ്. പിന്നെ ബാർ ഹോട്ടലുകാരെ, അവരൊക്കെ അവരുടെ ഫണ്ടി വെക്കാൻ വേണ്ടി ജിറാഫ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ അവരെ കൊണ്ടുപോകും. വീട്ടില് ഞാനും ഭാര്യയും ഒരു കൊച്ചു ഇപ്പോൾ ഉണ്ട്. ബാക്കി 2 പേര് ഓസ്ട്രേലിയയിലാണ്. അവരൊക്കെ അവിടെ എഞ്ചിനീയറാണ്. അവരാരും ഇങ്ങോട്ട് വരികയല്ല. ഭൂമിയും ഞാനും ഉണ്ട്. അപ്പൊ ഹാപ്പി ആയിട്ട് പോകുന്നു? ഒരു കുഴപ്പമില്ല, സന്തോഷമായിട്ട്. നേഴ്സറി ജോലി ചെയ്യാൻ ആരാവാ ജോലി ചെയ്യുന്നത്? ജോലി മുഴുവനും തന്നെ ഹിന്ദിക്കാരാണ്. ജാർഖണ്ഡ് സ്വദേശികളാണ്. 25 വർഷമായിട്ട് അവരവരുടെ സ്വന്തക്കാര്, അളിയന്മാരെ, പിന്നെ മക്കളെ, മരുമക്കളെ, അങ്ങനെയൊക്കെ ഉള്ളവരായിട്ടാണ് ഒരു ആൾക്കാർ വന്നത്. ആദിവാസികളാണ്. അവർ1 വർഷമൊക്കെ കഴിയുമ്പോഴാണ് സാറിന് വീട്ടിൽ പോണത്. അവർക്ക് സാലറിക്ക് പുറമെ ഓവർ ടൈം ഉണ്ട്. സൺഡേയിൽ പ്രത്യേകം വേറെ ഓവർ ടൈം ഉണ്ട്. അങ്ങനെ അല്ലാണ്ട് അവർ ഹാപ്പിയാണ്. അവർക്ക് പൈസ അക്കൗണ്ട് ഇട്ട് കൊടുക്കുന്നത്, കയ്യിൽ കാശ് കൊടുക്കുന്നില്ല. അതുകൊണ്ട് നാട്ടിൽ കള്ളണി നടക്കുന്നില്ല. താമസ സൗകര്യം ഉണ്ട്. അവർ തന്നെ ഫുഡ് ഉണ്ടാക്കി നമ്മൾ ഫുഡിന് സാധനം മേടിച്ചു കൊടുക്കും. എല്ലാ സാധനം മേടിച്ചു കൊടുക്കും. വേറെ എന്തൊക്കെയുണ്ട് കൃഷി? വേറെ നമ്മൾ കപ്പ കൃഷി ചെയ്യുന്നുണ്ട്. 8 ഏക്കർ സ്ഥലമൊക്കെ ലീസിനെടുത്തൊരു കപ്പയുണ്ട്. അതുപോലെ തന്നെ മരങ്ങൾ നമ്മൾ 10-15 വർഷത്തേക്കും എടുത്ത മരം നമ്മൾ ചെയ്യുന്നുണ്ട്. ഈ അൽബീസിയ എന്ന് പറഞ്ഞ മരം, പാഴുതടി, അത് നമ്മൾ വെച്ചിട്ട് ഉടമസ്ഥനും നമുക്കും പപ്പാതി എന്നുള്ള കണ്ടീഷനിൽ വെച്ചിട്ടുണ്ട്. വെറുതെ കിടക്കുന്ന ഭൂമികള് പകുതിക്ക്. പിന്നെ നമ്മൾ ചെയ്തിരിക്കുന്ന കുറെ ഊത് വെച്ചിട്ടുണ്ട്, അതും പകുതിക്കാണ്. ഇനി റബ്ബർ തോട്ടത്തിൽ ഇതുപോലെ എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് കർഷകരോട് എന്ത് പറയാൻ പറ്റും? റബ്ബർ തോട്ടത്തിൽ നമുക്ക് ചെയ്യാവുന്ന കാപ്പി എന്തായാലും വെക്കാം, കൊക്കോയും വെക്കാം. പിന്നെ ഈ മാങ്കോസ്റ്റും വരുന്നതിന് കുഴപ്പമില്ല. മാങ്കോഷൻ അത്യാവശ്യം നമുക്ക് ഈൽഡ് ഇച്ചിരി കുറയുന്നുള്ളൂ. മാങ്കോഷൻ പ്ലാന്റ് ചെയ്യുന്നതിന് കുഴപ്പമില്ല. 4 റബ്ബറിന്റെ അടിക്കാം. അതിൽ കുറച്ചൊരു അകലം കൂടുതലിട്ട് വെക്കുന്നതായിരിക്കും, അല്ലെങ്കിൽ റബ്ബർ അടയും. അത് ഈ 20-10 വെക്കുന്നതാണെങ്കിൽ നറുക്കൂടി ഒരു ലൈൻ വെക്കാം. അല്ലാതെ അടുപ്പിച്ച് വെച്ചാൽ 20 ഉണ്ടെങ്കിൽ നറുക്കൂടി ഒരു ഇപ്പൊ മാങ്കോസ് നമ്മൾ വെള്ളം ഒഴിക്കുമ്പോൾ ആ വെള്ളം റബ്ബർ കിട്ടും. നമ്മുടെ തോട്ടത്തിൽ എവിടെ വേണേലും വെള്ളം എത്തിക്കാനുള്ള സംവിധാനമുണ്ട്, പൈപ്പ് ലൈൻ കിട്ടും. ഇപ്പോഴത്തെ കാലത്ത് മനുഷ്യൻ ജോലിയില്ല, അനന്തരം പഠിച്ചു എന്നൊക്കെ പറഞ്ഞ ആൾക്കാർ വെറുതെ ഇരിക്കും. പക്ഷേ ഈ ഒരു ചെടിയുടെ ഒക്കെ കട്ടിങ്സ് കട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഒരു 45 ദിവസം കഴിയുമ്പോഴത്തേക്കും നമുക്കത് 10 രൂപയാകും. ആ 10 രൂപ കുറച്ച് നാളത്തെ സംരക്ഷണം മാത്രം മതി, അത് 50 ആകും. 50 പിന്നെ 100, അങ്ങനെ ചേഞ്ച് ചെയ്യും. അങ്ങനെ അവനവന് ചെയ്യാവുന്ന ഒത്തിരി ജോലികൾ, കുറച്ച് സ്ഥലം കുറവാണെങ്കിൽ തന്നെ അവന് ചെയ്യാവുന്ന ഒത്തിരി കാര്യങ്ങൾ നാട്ടിൽ തന്നെ ഉണ്ട്. എല്ലാ മനുഷ്യന് ആവശ്യമുള്ള കാര്യം, എല്ലാം നമ്മൾ വാങ്ങിക്കാൻ എല്ലാത്തിനും പോകാതെ അവനവൻ്റെ വീട്ടിൽ തന്നെ ചെയ്യാവുന്ന ഒത്തിരി കാര്യങ്ങൾ ഇതിനകത്തുണ്ട്. സ്ഥലപരിമിതി ഉണ്ടെങ്കിലും ഏകദേശം 35 വർഷം മുമ്പ്
190 കോൽത്തൈ റബ്ബറിന്റെ കോൽത്തൈ മേടിച്ച് മേവടെ എന്ന് പറയുന്ന സ്ഥലത്ത് മേടിച്ചിട്ട് കൂടെ പായാണ് ആദ്യം ഇതിന്റെ തുടക്കം. പിന്നെ അത് വിറ്റ് അതിന്റെ കാശ് കൊണ്ട് റബ്ബർ കൂട് വാങ്ങിച്ച് നമ്മൾ തന്നെ കിളച്ച് പായി. അങ്ങനെ പിറ്റേ വർഷം അതായത് 2000 തൈയാക്കി, പിന്നെ 4000 അങ്ങനെ ഡെവലപ്പ് ചെയ്ത് വരുവായത്. ഇതിലേക്ക് ആ കാലയളവിൽ ഒരു 94 കാലയളവിൽ മറ്റേ നമ്മുടെ ഇതിറങ്ങിയായിരുന്നു മാഞ്ചിയം. ആ സമയത്ത് നമുക്ക് ഒരു 1 ലക്ഷം രൂപയുടെ വിത്ത് ഒരു ദിവസം കിട്ടി അന്നത്തെ കാലത്ത്. അതൊക്കെ നമ്മൾ വിനിയോഗിച്ചു, തൈകളായിട്ടൊക്കെ ഉണ്ടാക്കി ആൾക്കാർക്ക് കൊടുത്ത് നമ്മൾ പൈസ ഉണ്ടായി. പിന്നെ നമ്മൾ കുറച്ചൊക്കെ ഡെവലപ്പ് ചെയ്ത് വരുവായത്. ആനിമട്ടിൽ നഴ്സറി കിടങ്ങൂരിന്ന് ഒരു 1.5 കിലോമീറ്റർ ദൂരെയാണ്. വീടിൻ്റെ സൈഡിൽ തന്നെ മനോഹരമായി ചെടികൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. പെട്ടെന്ന് ആവശ്യമുള്ളവർക്ക് അവിടെ ചെന്ന് വാങ്ങിച്ചിട്ട് പോകാവുന്നതാണ്. മറ്റ് നഴ്സറികളെ അപേക്ഷിച്ച് ഈ നഴ്സറിയിൽ തൈകൾക്ക് നല്ല വിലക്കുറവുണ്ട്. എല്ലാവിധ ചെടികളും ഫലവൃക്ഷങ്ങളും തന്നെ ഇവിടെയുണ്ട്. എന്നും ചെടികളും പൂക്കളും കാണാൻ മനോഹരമാണല്ലോ. അവിടെ ജിറാഫും കൊക്കും കൂജയും ഒക്കെ കമ്പിയിൽ അറേഞ്ച് ചെയ്തിട്ട് ചെടി കയറ്റിയിട്ടുണ്ട്. പണ്ട് ഞാൻ പോകുമ്പോൾ അവിടെ ഹാർട്ട് ഷേപ്പ് ചെടികളൊക്കെ കാണാമായിരുന്നു. നല്ല ഭംഗിയായിട്ടാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. നല്ല ശ്രദ്ധ കൊടുക്കുന്നുണ്ട് ചെടികൾക്കൊക്കെ. സ്വന്തമായിട്ടുള്ള 15 ഏക്കറിലുള്ള ഏറെ സ്ഥലത്ത് നേഴ്സറി നോക്കുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ പാട്ടത്തിന് ഒരു 10 ഏക്കറും എടുത്ത് കൃഷി ചെയ്യുന്നുണ്ട്. ഒരു ഗ്രീൻ ഹൗസിൽ ഓർക്കിഡുകളും മറ്റ് ചെടികളുമുണ്ട്. ഒരുതരം എല്ലാത്തരം ചെടികളും തന്നെ അവിടെ ഉണ്ടെന്ന് നമുക്ക് പറയാം. പുതുതായി ചെടികൾ നടാനായിട്ട് കപ്പുകളും കൂടുകളുമൊക്കെ നിറച്ച് വെച്ചിട്ടുണ്ട്. ഇതുവരെ ഇവിടെ ഹോൾസെയിലാണ് കൊടുത്തിരുന്നത്. ഇപ്പോൾ ചെറുകിട വിൽപ്പന നടത്തുന്നുണ്ട്. അതുകൊണ്ട് ധാരാളം ആൾക്കാർ ഇവിടെ വന്ന് സാധനങ്ങൾ വാങ്ങിച്ചുകൊണ്ട് പോകുന്നുണ്ട്. ജാതിത്തൈയും മറ്റ് റംബുട്ടാൻ, ഫിലോസാൻ എല്ലാം തന്നെ ഇവിടെയുണ്ട്. ഈ വിഭാഗം മുഴുവൻ ചെടികളാണ്. കടപ്പിലാവിൻ്റെ തൈകൾ ഈ ഗ്രീൻ ഹൗസിലുണ്ട്. കുറേ ജാതി തൈകളുമുണ്ട്. തെങ്ങും തൈകൾ, ഗ്രീൻ ഹൗസിൻ്റെ പുറത്തും ധാരാളം ചെടികൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ റെഡ് ഫാമൊക്കെ നമ്മൾ കൊടുക്കുന്ന ഈ റെഡ് ഫാമിനൊക്കെ 40 രൂപ. ഈ മാങ്കോസിനൊക്കെ എടുത്ത് കാണിക്കാം. ഈ മാങ്കോസിനൊക്കെ ഈ സൈസ് മാങ്കോസിനൊക്കെ നമ്മൾ വിൽക്കുന്നത് 200 രൂപയ്ക്കാണ്. ഈ ടൈപ്പിനകത്ത് ഇപ്പോൾ ഒരു 10,000-15,000 മുകളിൽ മാങ്കോസ് ഈ പറമ്പിൽ തന്നെ ഇരിപ്പുണ്ട്. പിന്നെ ഈ ടൈപ്പ് റെഡ് ഫാം നമ്മൾ വിൽക്കുന്നത് 100 രൂപ. റെഡ് ഫാം ഈ സൈസ് റെഡ് ഫാം ഒക്കെ നമ്മൾ വിൽക്കുന്നത് 100 രൂപയ്ക്കാണ്. അതും ഒരു 10,000-ഓളം ചെടി ഇതിനകത്തുണ്ട്. അപ്പൊ ഇതെല്ലാം ഈ റബ്ബർ തോട്ടത്തിൽ നിന്ന് കിട്ടുന്ന ഒരു ഇതാണ്. ഈ റബ്ബർ തോട്ടം വഴി വെച്ചാൽ ഇതിന് കേടുണ്ടാകില്ല. എന്നിട്ട് വെളിയിൽ വെച്ചതിനെല്ലാം പുള്ളിക്കുത്തും കേടുമാണ്. അപ്പൊ തോട്ടത്തിൽ കൊണ്ട് വെച്ചാൽ പിന്നെ ഇതിന് കേടുണ്ടായിട്ടില്ല. അതെന്താ, എന്തുകൊണ്ടാണെന്ന് തോന്നുന്നു? അത്യാവശ്യമുള്ള ഷെയ്ഡ് സെമി ഷെയ്ഡ് ഉണ്ട്. ഫുള്ള് ഷെയ്ഡ് അല്ല, സെമി ഷെയ്ഡ്.
അപ്പൊ അതുകൊണ്ട് പുള്ളി രോഗം ഒന്നും വരുന്നില്ല. പുള്ളി രോഗം ഇല്ല. പുള്ളി രോഗം ഉണ്ടായിരുന്നുകൊണ്ട് വെച്ചപ്പോ അത് മാറുക ചെയ്തത്. അപ്പൊ നമുക്ക് റബ്ബർ തോട്ടത്തിൽ വെച്ചാൽ അങ്ങനെ പ്രയോജനമുണ്ട്. റബ്ബർ തോട്ടത്തിൽ നമുക്ക് എന്തും ചെയ്യാം. നമ്മൾ മുന്നോട്ട് ബാക്കി മുഴുവൻ സ്ഥലത്തും നമ്മള് മാങ്കോസ്റ്റിൻ എന്തും വെക്കാൻ നമ്മൾ തയ്യാറാണ്. നമ്മൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. പണിക്കാരുടെ കുറവും മണ്ണ് കിട്ടായതുകൊണ്ടുള്ളൂ. മണ്ണിപ്പോ ഇവിടെ വില കൊടുത്ത് സ്ഥലം മേടിച്ച് അതിന് കുഴിച്ചെടുത്താലും നമുക്ക് ലാഭകരമാണ്. ഇത് എത്ര ഉണ്ടാക്കിയാൽ ആന്ധ്രയിലേക്ക് കൊണ്ടുപോകും. ആന്ധ്ര വേറെ സ്റ്റേറ്റുകാർ കൊണ്ടുപോകും. മാങ്കോസ്റ്റിനൊക്കെ ആന്ധ്രയിൽ കൊടുത്തു വിടുന്നുണ്ട്. ഇന്നിപ്പോ ഇതിന്റെ അകത്തുനിന്ന് 1 ലക്ഷം രൂപ മാങ്കോസ്റ്റിൻ തന്നെ ഇന്ന് ഇതിന്റെ അകത്ത് ഇപ്പൊ നമുക്ക് ഇതാണ്. ഇത് നമുക്ക് എന്നാലും കാശ് കിട്ടും. ഓരോ വർഷം ചെല്ലുന്തോറും ഇതിങ്ങനെ ഇതിനകത്ത് അകപ്പെട്ടം തോറും ഇതിന് വില കൂടി. ഇതിന്റെ വലുതപ്പുറത്ത് താഴത്തിരിപ്പുണ്ട്. ഇത് നമ്മൾ വലുതാക്കി കഴിഞ്ഞാൽ ഇതിന് വില കൂടി. ഇപ്പൊ ഇത് 100 രൂപയുടെ സാധനം കൂടെ മാറുമ്പോൾ 350 ആവും. ഓരോ തവണ നമ്മൾ ചേഞ്ച് ചെയ്യുന്ന ഈ കൂടയുടെ വലിപ്പം മാറ്റും. ഇതിൽ നിന്ന് വളർച്ച കിളിപ്പ് കൂടും. 350 ചെറിയ ആറ്റത്തിരിപ്പുണ്ട് കയറി വരുന്നത്. അതുപോലെ തന്നെ ഈ മാങ്കോസ്റ്റിൻ നമ്മുടെ കൂടെ മാറി കഴിഞ്ഞാൽ 350. അത് കഴിഞ്ഞാൽ കൂടെ മാറുമ്പോൾ 700. 350 ഉണ്ടായിരുന്നിടത്തോളം നമ്മൾ ഒരു ദിവസം കയറിപ്പോയി. പ്രതീക്ഷിക്കാൻ നമുക്ക് ഇതിനെന്ന് വെച്ചാൽ കേടില്ല ഇവിടെ. മറ്റുള്ള ഇതിനെ അപേക്ഷിച്ച് ഈ റബ്ബർ തോട്ടത്തിൽ വെച്ച് മറ്റു കേടുകളൊന്നുമില്ല. ഈ റബ്ബർ തോട്ടത്തിന് മരുന്ന് കളിക്കുന്നുണ്ടോ? ഒന്നുമില്ല. എന്നിട്ടും ഈ ഷെയ്ഡ് നിൽക്കുന്നുണ്ട്. ഇതിന് സെമി ഷെയ്ഡ് അതുകൊണ്ടായിരിക്കാം ഒരു കേട് ഇതിനകത്ത് വന്നിട്ടില്ല. പുള്ളിക്കുത്തായിരുന്നു വന്നിട്ടുള്ളത് നേരത്തെ. പുള്ളിക്കുത്ത് ഇപ്പൊ അതിന് പുള്ളിക്കുത്തൊന്നുമില്ല. അതുപോലെ ഇതിന് ഓപ്പൺ എയർ ഇരുന്നപ്പോൾ ഭയങ്കര കേടായിരുന്നു. അച്ഛൻ കരിഞ്ഞു കയറുന്നു. ഇതിന്റെ അകത്ത് കൊല കുത്തി കയറുന്നു. അങ്ങനെയൊക്കെ ഇതിനകത്ത് വന്നിട്ട് ഒരു കുഴപ്പം ഇതിനകത്തോട്ടാക്കാൻ വേണ്ടിയാണ്. അപ്പം ഈ റബ്ബറിന്റെ ഇടയ്ക്ക് കുടംപുളി വെക്കാൻ പറ്റുമോ? കുടംപുളി വെച്ച് കായ്ക്കുന്നുണ്ട്. 20 മരം ഒരു ഹെക്ടർ നിർത്താൻ ഉണ്ടായിരുന്നു. ഇല്ല, ഇപ്പൊ നമ്മൾ അത്രയും തന്നെയാ പറയുന്നത്. 40,000 ആക്കി. പിന്നെ ഇതിനകത്ത് ഉണ്ടാക്കുന്ന ചെറിയ പൂച്ചപ്പഴം, ജാക്ക് ഫ്രൂട്ട്. നഴ്സറികളിലൊക്കെ വിറ്റ് വരുന്ന സാധനം ജാക്ക് ഫ്രൂട്ട് എന്ന് പറഞ്ഞു ഈ സാധനം. ഇതിനൊന്നും ഒരു കേടില്ല. ഇതിനകത്ത് നിർത്തി ഇതിനകത്തൊക്കെ നമ്മൾ കട്ടിങ്സ് എടുക്കുന്നത്. പിന്നെ വെള്ള ആപ്പിൾ പോലത്തെ ചെറിയ സാധനം പണ്ട് കൊച്ചുനാളിലൊക്കെ ഈ തോട്ടുകാരിലൊക്കെ ഉണ്ടായിരുന്ന പൂച്ചപ്പഴം. അതിനൊന്നും കേടില്ല ഇവിടെ വെച്ചിട്ട്. പൊക്കത്തെ ഇതിനകത്ത് വെക്കാൻ കമുന്തി ഉണ്ടാക്കി വെക്കാം. കമുന്തി മാത്രം ഉണ്ടാക്കി വെച്ചാൽ ഇതിനകത്ത് കേടുണ്ടായില്ല. അല്ലെങ്കിൽ അടുത്ത വർഷം നമ്മൾ ഇതിനകത്തോട്ട് കമു ഉണ്ടാക്കാമോ? നമ്മളിതിൽ ഇങ്ങനെ നടക്കുന്നതുകൊണ്ടാണ് നമുക്ക് ഇതുവരെ ഒരു കുഴപ്പമില്ലാത്തത്. നമ്മളെ വീട്ടിൽ തന്നെ അടങ്ങി റിട്ടയർ ആണെന്ന് പറഞ്ഞാൽ 60 വയസ്സായും വീട്ടിൽ ഇരുന്നാലേ എല്ലാ രോഗങ്ങളും നമുക്ക് വന്നു പോകും. ഇതാകുമ്പോൾ നമുക്ക് ഒരു രോഗമില്ല. നമുക്ക് ഇല്ലാതെ നല്ല ഓക്സിജൻ ശ്വസിച്ച് നടക്കാം. ഇതൊക്കെ ഇനി മാങ്കോസ്റ്റൊക്കെ നമ്മൾ കൂടെ മാറും, വലുതാക്കും. കൂടെ മാറി ഇതിലോട്ടാക്കും. ഇതിന് പിന്നെ നമ്മൾ ആ ടൈപ്പ് വലിയ കൂടലോട്ടാക്കും. ഓരോ സ്റ്റേജിലും വില വ്യത്യാസം. മൂത്ത മകളുടെ ഹസ്ബൻഡ് കൃഷിയും ഇപ്പോൾ എല്ലാ സഹായം നൽകിക്കൂടെ. ടാപ്പ് ചെയ്യുന്ന ഒരു മലയാളിയാണ്. അവർ കുടുംബത്തോടെ വന്ന ഭാര്യ ഭർത്താവ് വന്ന് ടാപ്പ് ചെയ്യുന്നു. അതിനുശേഷം ജാർഖണ്ഡുകാരെ പാലെടുക്കുന്നു. അവർ തന്നെ ഷീറ്റാക്കി ഉണക്കി വീട്ടിൽ കൊണ്ടു തരുന്നു. ഇതെല്ലാം ഫിലോസാനാണ്. അതെല്ലാം മാറിയിട്ട് പിന്നെ തടികൾക്ക് അത് കുറെ കാര്യം വരും. ഈ ഓൾസിമ അടുത്ത് വെച്ചാൽ ഇത് ലുജീനിയ. ഇതൊക്കെ നമുക്കൊരു 6-7 മാസത്തെ വളർച്ചയുള്ളൂ. 6-7 മാസം കൊണ്ട് നമുക്ക് ഇത്രയും പൈസ കിട്ടുന്നതാണ്. എല്ലാരും പണിയില്ല, ജോലിയില്ല, ആത്മഹത്യ എന്ന് പറയുന്നേ ഉള്ളൂ. അധ്വാനിച്ചു കഴിഞ്ഞാൽ എന്ത് ബാധിക്കും? നമുക്ക് എന്തെല്ലാം ചെയ്യാൻ പറ്റുമല്ലേ? ഇതിനിപ്പോ ഒരു 10-15 ദിവസം കഴിഞ്ഞാൽ ഈ ടൈപ്പ് ആവും. ഈ ടൈപ്പ് ആകുമ്പോൾ നമ്മൾ 25 രൂപ കൊടുക്കുന്നത്. ഇതിന് നമുക്ക് മുടക്കെന്ന് പറഞ്ഞാൽ നിസ്സാര പൈസ മുടക്ക് വരുന്നുള്ളൂ. ഇതിന്റെ ഈ മണ്ട പലതരം പേരകൾ, മാവുകൾ, ആത്തമരങ്ങൾ, ഇതിനെല്ലാം തൈകൾ ഇവിടെ ലഭ്യമാണ്. ന്യായമായ വിലയ്ക്ക് തന്നെ. എങ്ങനെ തൈ വെച്ച് വളർത്താം എന്നുള്ള ക്ലാസ്സും അദ്ദേഹം എടുക്കുന്നുണ്ട്. ഗാന്ധിയുടെ ഒരു വൻ ശേഖരണം തന്നെ അവിടെയുണ്ട്. ഇതിന്റെ പേര് ബോട്ടിൽ ബുഷ്, ദേവദാരു എന്നും പറയും. പ്ലാൻ തൈകൾ എങ്ങനെയാണ് ബഡ്ഡി ചെയ്യുന്നത്? എത്ര തൈകളുണ്ട്? 19,000 തൈകളോളം അവിടെ നിലവിൽ വിൽപ്പനയ്ക്ക് റെഡിയായിട്ട് തന്നെ നിൽപ്പുണ്ട്. ബഡ്ഡി ചെയ്യുന്നതെല്ലാം ജാർഖണ്ഡുകാരാണ്. നഴ്സറിയിലെ ഓരോ തൈകളെക്കുറിച്ചും വാചാലമായി തന്നെ അദ്ദേഹം സംസാരിച്ചു. ജോലി ചെയ്യുന്നത് എൻജോയ് ചെയ്ത് തന്നെയാണ് അദ്ദേഹം ചെയ്യുന്നത്. അവിടെ ഒരു അടുത്ത് തന്നെ ഒരു കാഴ്ച പ്ലാവ് നിൽപ്പുണ്ട്. അതുപോലെ തന്നെ ഗ്രീൻ ഹൗസിൽ ജാതി ബഡ് ചെയ്ത് നിർത്തിയിരിക്കുന്നു. എല്ലാം ചരിച്ചിട്ടേക്കാണ്. കിളിപ്പ് വരാൻ എളുപ്പമാണെന്നാണ് അദ്ദേഹം.
കൊച്ചിന് പേര് മേടിക്കാൻ ഉള്ള പൈസ അങ്ങോട്ട് കൊടുക്കുകയാണ്. അവരോട് പറഞ്ഞു ഞാനിവിടെ വെക്കാൻ കണ്ടുപിടിക്കുന്നത് ഒരു വേറെ ചെലവും തന്നെ. ഇപ്പൊ കൂട്ടുകാരില്ല, കമ്പനിക്കാർ പറഞ്ഞു എല്ലാരും പറഞ്ഞു പുള്ളിയല്ലേ കുരങ്ങട്ടിയാന്ന് പറഞ്ഞിട്ട് ഞാൻ വേറെ സ്ഥലത്ത് അന്വേഷിച്ച് പറഞ്ഞു. റംബുട്ടാൻ്റെ ഫിലോസാനും തൈകൾ ധാരാളമുണ്ട്. അതുപോലെ തന്നെ ഭായിമാരവിടെ കൂടകൾ നിറച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും വളരെ ഹാപ്പിയാണ്. അവർക്ക് ആഴ്ചയിൽ 7 ദിവസം വരെ ജോലി കൊടുക്കുന്നുണ്ട്. റബ്ബർ തൈകൾ അവിടെ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ മരങ്ങൾ, റംബുട്ടാൻ്റെ മരങ്ങളെല്ലാം ധാരാളം അവിടെയുണ്ട്. പുഴയും അതിനോട് ചേർന്ന് പശുത്തൊഴുത്തുമുണ്ട്. പല വലിപ്പത്തിലുള്ള ഗ്രീൻ ഹൗസുകളുണ്ട് ഇവിടെ. അതിലെല്ലാം തൈകൾ നിറഞ്ഞു നിൽക്കുന്നു. റബ്ബറിൻ്റെ കപ്പ് തൈകളും ഇവിടെ ഉൽപ്പാദിപ്പിച്ചിട്ടുണ്ട്. അല്ലാതെ തന്നെ ബഡ് ചെയ്യാനുള്ള തൈകളെല്ലാം, ബഡ് ചെയ്തുകൊണ്ടിരിക്കുന്നതുമായ റബ്ബർ തൈകൾ പറമ്പിലുണ്ട്. ഒരു നിമിഷം പോലും അടങ്ങിയിരിക്കാതെ ഇതിൻ്റെ എല്ലാം ഒപ്പം തന്നെ നടക്കുന്നുണ്ട്. ഓസ്ട്രേലിയക്ക് പോകാൻ റെഡിയായിക്കൊണ്ടിരിക്കുന്ന മരുമകൻ ക്രിസ്റ്റി ഇപ്പോൾ എല്ലാ കാര്യങ്ങളിലും മാനുവലേട്ടനോടൊപ്പമുണ്ട്. ഓരോന്നിൻ്റെയും വളർച്ചയും തളർച്ചയും അദ്ദേഹം ചെക്ക് ചെയ്യുന്നുണ്ട്. തെങ്ങിൻ തൈകൾ ധാരാളം അതിനിടയിലുണ്ട്. ജാതി തൈകൾ, റംബൂട്ടാൻ്റെ തൈകൾ എല്ലാം ധാരാളം വെച്ചിട്ടുണ്ട്. പാട്ടത്തിനെടുത്ത് ഒരു 10 ഏക്കർ സ്ഥലത്ത് പലതരം കൃഷികൾ, നഴ്സറികളും നടത്തുന്നുണ്ട്. ഈ നഴ്സറി നടത്തുന്നതുകൊണ്ട് തന്നെ ശരീരത്തിന് നല്ല ആരോഗ്യം ലഭിക്കുന്നുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത്. എപ്പോഴും സന്തോഷമായിട്ടിരിക്കാനും മറ്റുള്ളവരുമായിട്ട് ഇടപെടാനും ഇതിൻ്റെ വളർച്ചയെല്ലാം കാണാനും ഒക്കെ സാധിക്കുന്ന ഒരു സന്തോഷകരമായ കാര്യം തന്നെയാണെന്നാണ് അദ്ദേഹം അറിയിച്ചത്. സ്വപ്രയത്നത്തിലൂടെ തന്നെ അദ്ദേഹം മനോഹരമായ ഒരു വീടും പണിതിട്ടുണ്ട്. ഇതിൻ്റെ പണികളെല്ലാം തന്നെ ജാർഖണ്ഡിൽ നിന്നുള്ള ആൾക്കാരാണ് ചെയ്തത്. മൂത്ത മകൾ സിയോണും മകൻ നസ്രത്തും ഓസ്ട്രേലിയൻ എഞ്ചിനീയർമാരായിട്ട് ജോലി ചെയ്യുന്നു. ഇളയ മകൾ ഇസ്ര ഇപ്പോൾ എഞ്ചിനീയറിങ്ങിന് പഠിച്ചുകൊണ്ടിരിക്കുന്നു. ഭാര്യ ബിൻസി എല്ലാ സപ്പോർട്ടും കൊടുത്ത് എന്നും ചേട്ടൻ്റെ കൂടെയുണ്ട്. ഇത് തെർമൽ മെറ്റാലിക് വൈറ്റ് എന്ന് പറയുന്ന ചെടിയാണ്. ഇത് കൽക്കട്ടയിൽ നിന്ന് ഇവിടെ വരുത്തുന്ന, നമ്മുടെ ചെയ്യുന്നതല്ല. ബദാമേൽ ഗ്രാഫ്റ്റ് ചെയ്തിരിക്കുന്നതാണ്. ബദാമേലെ ബി ഗ്രാഫ്റ്റ് ചെയ്തിരിക്കുന്നതാണ്. ബദാമാണ് ഇതിന്റെ മാതൃവൃക്ഷം. ഇതിന്റെ സ്റ്റെപ്പ് അനുസരിച്ചാണ് ഇതിന്റെ വില. ഇതിനിപ്പോൾ ഏകദേശം ഒരു 7000 രൂപ ഇവിടെ ഹോൾസെയിൽ വിലയാവും. ഹൈറ്റും വളർച്ച അനുസരിച്ചാണ് ഇതിന്റെ വില. വളരെ സ്ലോ ആയിട്ടാണ് വളരുന്നത്. അതിന്റെ ഓരോ ഇലയും വന്ന് വേണമെന്നുണ്ടെങ്കിൽ മാസങ്ങൾ എടുക്കും. ഓരോ ഇലയും ഇങ്ങനെ ഇതിന്റെ അടുത്ത് വരണം. അതുകൊണ്ടാണ് അത് പെട്ടെന്ന് വളർന്നു പോയി അതിന്റെ ആ ഭംഗി പോകും. അതുകൊണ്ട് ദൈവം കൊടുത്തിരിക്കുന്നതായിരിക്കും അത്രയും വളരെ പയ്യ. പിന്നെ ബദാമിൽ അതിന്റെ സ്റ്റെപ്പ് ക്ലിയർ ചെയ്ത് അതിന്റെ ബദാമിന്റെ സ്റ്റെപ്പ് പോലെയാണ് അതിന്റെ സ്റ്റെപ്പ് വരുന്നത്. മാതൃവൃക്ഷത്തിന്റെ കുറേ കൂടി ഇതിന് കിട്ടുന്നുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത്. ഇത് മിർച്ചി മാരിഗോൾഡ്. ഇത് എല്ലാ വീടുകളിലൊക്കെ ഇപ്പം വെച്ച് വരുന്നതാണ്. ഇത് ഇവിടെ ഇപ്പം നാട്ടിൽ തന്നെ മുളയ്ക്കാൻ തുടങ്ങി. നേരത്തെ കൽക്കട്ടയിൽ നിന്ന് മാത്രമേ, കൽക്കട്ടയിലെ ആന്ധ്രയിലൊക്കെ വന്നിരുന്നത്. ഇപ്പോൾ ഇവിടെ തന്നെ ആൾക്കാർ ഉണ്ടാക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതൊരു 2-3 അടി പൊക്കമായി കഴിഞ്ഞാൽ ഇതെല്ലാം വിത്താകാൻ തുടങ്ങും. മിർച്ചി മാരിഗോൾഡ് എല്ലായിടത്തും പച്ച കാണുന്നവർക്ക് ഒരു ചേഞ്ചിന് വേണ്ടിയാണ് ഈ സ്ഥലം വെക്കുന്നത്. കേട്ടോ, ഇത് ബ്രൂഫൈൻ ബാമ്പു. വീടുകളിലൊക്കെ അലങ്കാരമായിട്ട് വെക്കുന്ന ഒരു ചെടിയാണ് ബ്രൂഫൈൻ ബാമ്പു. ഇത് കുറെ വളർന്നു കഴിയുമ്പോൾ വെട്ടി ബുഷാക്കി നിർത്താൻ നല്ലതാണ്. ആർക്കറിയാം കൂടിയല്ലേ. ഇത് നിക്കോഡിയ എന്ന് പറഞ്ഞ ചെടിയാണ്. ഇതിലൊരു ചുമല വയലറ്റ് പൂ ഉണ്ടാവും. പൂ ഇങ്ങനെ കീപ്പോട്ട് നല്ല രസമാണ്. ചെടി ബുഷായിട്ടുണ്ടാവും. അത് കഴിഞ്ഞ് ഒരാഴ്ച മതി ആ പൂ പോവും. വീണ്ടും അത് കഴിഞ്ഞുണ്ട്. ഇപ്പോൾ പൂ പോയി നിൽക്കുന്ന ഒരു അവസരമാണ്. ഈ വൈറ്റൊക്കെ കാണാൻ നല്ല രസമാണ്. പിന്നെ എല്ലാത്തിനും തന്നെ മുട്ട തുടങ്ങിയിട്ടുണ്ട്. ഇത് അർക്കറിയ, സാധാരണ കാണുന്ന അർക്കറിയ. ഈ മാവിന്റെ വല്ലതും വേണോ? അല്ല, ഇതിന്റെ തെർമനാലിയുടെ ചെറുത് കാണിക്കണോ? ഇത് തെർമൽ മെറ്റാലിക് ആ സ്റ്റെപ്പുള്ളതിന്റെ ചെറുതാണ്. ഇത് ആൾക്കാർ വലുത് മേടിക്കാൻ സാമ്പത്തികം ഇല്ലാത്തവർ ചെറുത് വാങ്ങിച്ച് വളർത്തി വലുതാക്കി എടുക്കുന്നത്. ഇതും ബദാമേൽ ഗ്രാഫ്റ്റ് ചെയ്ത് തന്നെയാണ്. ഇതിന്റെ മാതൃവൃക്ഷം. ഇതിന്റെ വില 350. പിന്നെ ഇത് പെയിന്റിംഗ് ബാമ്പു. പെയിന്റിംഗ് ബാമ്പു എന്നാണ് അറിയപ്പെടുന്നത്. ഇത് കാണാൻ നല്ല ഭംഗിയുള്ളതാണ്. സ്റ്റെപ്പായിട്ട് വന്ന് ഓരോരുത്തരും ഇങ്ങനെ കൂടെ പോലെ ഓരോ എന്താണ് ആൾക്കാർ ഇത് കൂടുതലും ചെയ്യുന്നത്. ഇത് R2 എന്ന് പറയുന്ന മാവാണ്. R2 എന്ന് പറയുന്ന മാവാണ്. ഇത് നല്ല മാമ്പഴമാണ്. ആൾക്കാർ കൂടുതൽ
ഇതിപ്പോൾ ഇച്ചിരി വിലയുള്ള മാവാണ്. മാവിലിപ്പോൾ ഏറ്റവും നല്ല ഇത് മൽപീജിയ ചെയ്തിരിക്കുന്ന ഒരു ജിറാഫിന്റെ രൂപമാണ്. ജിറാഫിന്റെ രൂപം. ഇത് നമ്മൾ 4 ചെടി ഇതിനകത്ത് നട്ട് വളർത്തി കയറ്റിക്കൊണ്ട് വരും. ഇതിന്റെ ചട്ടിയൊക്കെ വർഷങ്ങളോളം നിൽക്കുന്ന ചട്ടിയാണ്. ഇതിന്റെ ഒരു 4-5 വർഷത്തെ പ്രായമുണ്ട് ഈ ചെടിക്ക്. ഇത് ഡ്രസ് ചെയ്ത് കൊടുത്തോണ്ടിരിക്കണം. ഇതിന്റെ തിക്കായിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഇതിന്റെ വരുന്ന മുള അകത്തോട്ട് തള്ളി വിടണം. അല്ല നമുക്ക് ഇത്രയും തിക്ക് മതിയെന്നുണ്ടെങ്കിൽ വരുന്ന നീണ്ടു വരുന്ന സാധനം കട്ട് ചെയ്ത് വിട്ടാൽ മതി. ഇപ്പൊ ഷേപ്പായിട്ട് വരും. ഇപ്പം ഷേപ്പ് ചെയ്യാറായി നിൽക്കുന്ന ഒരു ഇതാണ്. മാസത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും ഷേപ്പ് ചെയ്യണം. ഓക്കെ. ബോട്ടിൽ ബ്രഷ് നമ്മൾ എടുത്ത സാധനം ഇതിങ്ങനെ വെട്ടി കറക്റ്റായിട്ട് വെട്ടി നിർത്തിയാൽ ഇതിന്റെ കട്ടിങ്സ് എടുത്ത് നമ്മൾ ഈ അയർക്കങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇത് ബോട്ടിൽ ബ്രഷ് എന്ന് പറയുന്നു, അല്ലെ ദേവദാരു എന്ന് ഇതിന് പറയും. ഇത് സാധാരണ വീട്ടിലൊക്കെ അടുക്കള വാതക്കിലൊക്കെ നടുകയാണെങ്കിൽ വല്ല മണമൊക്കെ ഉണ്ടെങ്കിൽ അത് തിരുമിയാൽ കയ്യിലെ മണമൊക്കെ പോകും. അതിനാണ് ആൾക്കാർ കൂടുതൽ ഇങ്ങനെ അടുക്കള വാതക ചോദിച്ച് ചെയ്യുന്നത്. പിന്നെ ജനലിന്റെ അടുത്ത് വെച്ചാൽ അതിനൊരു പ്രത്യേകത, ജനലിലേക്ക് നമ്മൾ എടുത്തിട്ട് കൈമാക്കണം. അകത്ത് ഇൻഡോർ വെക്കാൻ പറ്റില്ല, വെളിയിൽ വെക്കണം. ഈ മാവൊക്കെ ഏത് ഇത് മൂവാണ്ടൻ മാവാണ് ഗ്രാഫ്റ്റ് ചെയ്തിരിക്കുന്നത്. മൂവാണ്ടൻ ഞായിരിക്കുന്നല്ല നിക്കോഡിയ. അത് ഇരിക്കുന്നത് ഇത് പേരയാണ് ആയിരിക്കുന്നല്ല. പല വെറൈറ്റി പേരകളാണ് ഇരിക്കുന്നത്. ഇത് മുസാണ്ട, ചെമ്പരത്തി, ചൈനാഡോള്. ഇവിടെ വരുന്ന അത്യാവശ്യം ചെറിയ സാധനത്തിനൊക്കെ വരുന്നവർക്ക് നമ്മൾ ഇവിടുന്ന് കൊടുക്കുന്നു. കൂടുതലായിട്ട് പിരിക്കുന്ന നിക്കോഡിയാണ്. നിക്കോഡിയ നന്നായിട്ട് പോകുന്നൊരു സാധനമാണ്. കുടംപുളിയുടെ ബഡാണ് ഇരിക്കുന്നത്. ഇവിടെ തന്നെ ചെയ്യുന്ന ബഡാണ് അവിടെ അപ്പത്തിരിക്കുന്നത്. കുടംപുളി. ഈ മൽപീജിയുടെ രൂപങ്ങളെല്ലാം ഇവിടെ തന്നെ നമ്മൾ കമ്പി വെൽഡ് ചെയ്തുണ്ടാക്കി വളർത്തിക്കൊണ്ട് വരുന്നതാണ്. ഇപ്പൊ നമ്മളിങ്ങനെ കുറെ ആൾക്കാർ ഇരുത്തി വെൽഡ് ചെയ്ത് ഇങ്ങനെ ഉണ്ടാക്കുന്നുണ്ട്. ആവശ്യക്കാരുണ്ട് ഇതിന്. അതുകൊണ്ടാണ് ഇത് കൊക്ക്. ഇത് കൂജയുടെ ഷേപ്പിൽ ഉണ്ടാക്കിയിരിക്കുന്ന കൂജ. ഇത് നമസ്തേ ലേഡി. ഇടയ്ക്ക് ആ മൂത്ത ഇല പോകുന്നതിന്റെ. ഇത് മാക്കോട്ടദേവ. ആൾക്കാർ ഷുവർണ നല്ലതാണെന്ന് പറയുന്നത്. എത്രത്തോളം നമുക്കറിയത്തില്ല. ഇതൊക്കെ ഓറഞ്ചുകളാണ് ഇരിക്കുന്നത്. പലതരത്തിലുള്ള ഓറഞ്ചുകള്. പിന്നെ ഞാവല്, സപ്പോട്ട. ഇതൊക്കെ ബുഷ് ഓറഞ്ചാണ് ഇരിക്കുന്നത്. പൊതുവെ ആൾക്കാരൊക്കെ വാങ്ങിക്കുന്നതാണ് ബുഷ് ഓറഞ്ച്. ഇതിരിക്കുന്നത് ദുരിയാന്റെ സീഡ് തൈ. അത്യാവശ്യം ചെലവാണ്. ഇത് സപ്പോട്ട പല വലുപ്പത്തിന് പല വെറൈറ്റിയാണ് ഇരിക്കുക.